ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു. സുഭാഷ് കപൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആർട്ട് ഐറ്റമുകൾ വെളിയിലേക്ക് കടത്തുന്ന ഒരാൾ. ആ ജോലിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതെന്ന് ഹൈക്കോടതിക്ക് സംശയം. ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. കാരണം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആർട്ട് രൂപങ്ങൾ, അതുപോലെ സ്റ്റാച്ചുകൾ, വിലപിടിപ്പുള്ള പുരാതനങ്ങളായ പല ബിംബങ്ങൾ, അതെല്ലാം ഇന്ത്യയിൽ നിന്ന് കടത്തിയ ഒരു വ്യക്തിയാണ് സുഭാഷ് കപൂർ. US മാൻഹാട്ടനിൽ അയാൾക്കൊരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ ഇത് പ്രദർശിപ്പിച്ചു വരുന്നത് ഇന്ത്യയിലെ പല സാധനങ്ങളും. ഇതിൻ്റെ ലോകത്തിലുള്ള വലിയ മ്യൂസിയങ്ങൾക്ക് ഇയാൾ ഇന്ത്യയിൽ നിന്ന് വിലമതിക്കാത്ത, ഒരിക്കലും വില എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത പല പുരാതനങ്ങളായ ബിംബങ്ങളും അത് രൂപങ്ങളും ആർട്ട് ഗാലറിയിൽ പെയിൻറ്റിങ്ങുകളും ഒക്കെ കടത്തി വയ്ക്കുന്ന ഒരാളാണ് സുഭാഷ് കപൂർ. അപ്പോൾ ഹൈക്കോടതി അങ്ങനെ ഒരു നിരീക്ഷണം ഇതിനകത്ത് നടത്താനായിട്ട് ചില കാര്യങ്ങളുണ്ട്. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം സുഭാഷ് കപൂറിൻ്റെ അതേ വേല തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ചിട്ടുണ്ടോ? സാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ 3 എണ്ണം അവിടുത്തെ കടത്തിക്കൊണ്ടുപോയി. സ്വർണം കടത്തിയതല്ല അതിൻ്റെ പ്രസക്തി. ദ്വാരപാലക ശില്പം 1998-99 കാലഘട്ടത്തിൽ പൊതിഞ്ഞ മോൾഡ് അത് അവിടുന്ന് കടത്തി. അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽ ദ്വാരപാലക ശില്പത്തിൽ 1998 കാലഘട്ടത്തിൽ 99 വിജയമല്യ അവിടെ പൊതിഞ്ഞ ആ മോൾഡ് അവിടുന്ന് കൊണ്ടുപോയി. അത് തിരിച്ചു വന്നിട്ടില്ല. അതാണ് ഒന്നാമത്തെ കടത്ത്. കട്ടിളപ്പടിയിൽ അത് ഒറിജിനൽ കട്ടിളപ്പടിയിൽ സ്വർണം പൂശി, ആ കട്ടിളപ്പടി അന്ന് നിലമ്പൂർ തേക്കിൻ്റെ പലകയിൽ അത് പൊതിഞ്ഞിട്ടുള്ളത്, ആ ഒറിജിനൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന മോൾഡ് അത് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. 2 എണ്ണമായി. അടുത്തത് വാതിൽപ്പാളിയിലെ ഒറിജിനൽ മോൾഡാണ്. അത് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡ് ബൈ ആയിട്ട് അവിടുത്തെ സ്റ്റോർ റൂമിൽ ചില സാധനങ്ങളുണ്ട്. ശബരിമല ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ ആ രൂപത്തിൽ പൊതിഞ്ഞ ഒറിജിനലായ ആ മോൾഡ് കടത്തി. അടുത്തത് കട്ടിളപ്പടി അതിൻ്റെ ഒറിജിനൽ സ്വർണം പൊറിച്ചിയ ആ മോൾഡ് കടത്തി. വാതിൽപ്പാളിയിലെ ഒറിജിനൽ മോൾഡ് അതും കടത്തി. പകരം ഇപ്പം പുതിയ സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ഒറിജിനൽ സാധനത്തിനാണ് ലോകത്തിലെ വൻ വില. ഇത് ശബരിമലയിലെ സാധനമാണ്. ലോകം മുഴുവൻ അറിയാം, ഇന്ത്യ മുഴുവൻ അറിയാം. ഇന്ത്യയിലെ വലിയ പണക്കാർ ആ ഒറിജിനൽ മോൾഡ് എത്ര കോടി രൂപ കൊടുത്താണേലും വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കും. കാരണം അതിൻ്റെ വില പറയാൻ നമുക്ക് കഴിയാത്ത ഒരു ഒറിജിനൽ സാധനമാണ്. അത് തന്നെയാണ് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണവും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഡിവിഷൻ ബെഞ്ച് സുഭാഷ് കപൂറിൻ്റെ അയാൾ ഇന്ത്യയിൽ നിന്ന് കടത്തിയ മാൻഹാട്ടനിൽ അയാൾ ആർട്ട് ഗാലറിയൊക്കെ കൊണ്ടുപോയി വെച്ചിരുന്ന അതേ രീതിയിലുള്ള ഒരു നീക്കം ശബരിമലയിൽ ഉണ്ടായി എന്ന് ഹൈക്കോടതി സംശയിക്കുകയാണ്. ന്യായമാണ് ആ സംശയം. കാരണം അതിലെ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് അതേ സ്ഥാനത്ത് വീണ്ടും സ്വർണം പൂശി വെച്ചാൽ മതിയല്ലോ. അതല്ല സംഭവിച്ചിരിക്കുന്നത്. അതിവിടുന്ന് കടത്തി, അതേപടി കടത്തി. അതിൻ്റെ വാല്യൂ നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. ശബരിമലയിലിരുന്ന അയ്യപ്പൻ്റെ ആ രൂപത്തിൽ പൊതിഞ്ഞ സ്വർണം തകിടാണ്. ചെമ്പും സ്വർണം കൂടെ ചേർന്നാണ്, വിലമതിക്കാത്തതാണ്. ആ 3 സാധനവും അവിടെ കടത്തി. പകരം വന്നിരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റാണ്. വീണ്ടും അതിനകത്ത് ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനവും കടത്താനായിട്ട് വീണ്ടും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി നിയോഗിച്ച ആ ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു പരിശോധന റിപ്പോർട്ട് ഹൈക്കോടതി മുമ്പിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ സ്ട്രോങ് മുറിയിൽ ഉള്ള
ആ ദാരുശില്പങ്ങൾ അല്ലെങ്കിൽ കട്ടിളപ്പടിയുടെ അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വീണ്ടും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ കട്ടിളപ്പടിയിലെ ആ ചെമ്പിൻ്റെ അകത്തുള്ള ആ കട്ടിള അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിലമ്പൂർ തേക്ക്, നിലമ്പൂർ ഇട്ടി ഇത് 100, 200, 300 വർഷങ്ങൾ നിൽക്കും. അത് മറ്റു തടി പോലെ പൊടിഞ്ഞു പോവില്ല, അങ്ങനെ നിൽക്കും. പഴയ പുരാതനമായ നമ്മുടെ അമ്പലങ്ങളിലും അതുപോലെ തന്നെ മനകളിലും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഇപ്പോഴും അതേ തടി അതേപടി ഇരിക്കുന്നു. അതുകൊണ്ട് ശബരിമലയിലെ സാധനം, ഒറിജിനൽ സാധനം പോയി എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഹൈക്കോടതി അതാണ് നിരീക്ഷിച്ചത്. അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരും പറഞ്ഞിരിക്കുന്നത് സുഭാഷ് കപൂറിൻ്റെ കാര്യം എടുത്തിട്ടത് എന്തിനാണ്, അതേ റോള് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു എന്നാണ് സംശയിക്കുന്നത്. ആ സംശയത്തിന് അല്പം ബലം കൂടുതലാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡും കൂടടച്ച് ഒന്നടിച്ച് എല്ലാം താഴെ വീഴും. ആ ഒറിജിനൽ സാധനം കണ്ടെടുക്കണം SIT. അതുതന്നെയാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ. ഹൈക്കോടതി നിഷ്കർഷിച്ചിരിക്കുന്ന അതാണ്. എവിടെ പോയി ഒറിജിനൽ സാധനം? അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മഹാന്മാരും അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ? അതിന് ന്യായീകരണമൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടുപോയി അകത്ത് പോകും. ഈ മോഷണം കണ്ടുപിടിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. ഗവൺമെൻറ് കയ്യിലുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിനെ സ്വാധീനപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഈ ഒരു സാധനം മോഷ്ടിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കണക്കൂട്ടൽ ഒളിഞ്ഞ് പാളിഷായി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതുകൊണ്ട് SITയുടെ അടിയന്തരമായ ശ്രദ്ധ, സ്വർണം റിക്കവറിയൊക്കെ നടക്കട്ടെ, ആ ഒറിജിനൽ സാധനങ്ങൾ എങ്ങോട്ട് പോയി അതിലേട്ട് ശ്രദ്ധിക്കണം. ഹൈക്കോടതി അത് പറഞ്ഞു കഴിഞ്ഞു. അത് വിലമതിക്കാത്ത സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോയി. ആ സാധനം എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് അത് പോയില്ലെങ്കിൽ എവിടെ വെച്ചിരിക്കുന്നു, അത് അടിയന്തരമായിട്ട് SIT കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതി അത് വളരെ അധികം സൂക്ഷ്മമായി ഇതെല്ലാം പരിശോധിച്ച ശേഷം എടുത്ത ഒരു നിർദ്ദേശമാണ്. അത് ഈസി ആയിട്ട് കളയാൻ കഴിയില്ല. ഒരു ചാനലിലോ അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയകളിലൊന്നും വലിയ ഇത് പറഞ്ഞു പോയെന്നല്ലാതെ അതിൻ്റെ അന്തരാർത്ഥം എന്താണ്, ഹൈക്കോടതി എന്താണ് മനസ്സിൽ കണ്ടത് എന്ന് ഒരു ചാനലുകാരും ഒരു പ്രിൻ്റ് മീഡിയക്കാരും ഇതുവരെ പറഞ്ഞ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇപ്പം സംസാരിക്കാൻ കാരണം. അതുകൊണ്ട് SIT കൃത്യമായി അവിടുത്തെ ഒറിജിനൽ സാധനം, സ്വർണം പൂശിയോ പൂശാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനകത്ത് കട്ടലയിലെ തടി, വാതിലിൻ്റെ തടി, അതുപോലെ തന്നെ ദാരുശില്പത്തിലെ ഒറിജിനൽ മോൾഡ്, ഇത് 3 കണ്ടെടുത്ത് വെക്കണം. അത് വളരെ അടിയന്തര പ്രാധാന്യമാണ് ഒരു കാര്യമാണ്. അത് കണ്ടെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ എവിടെ ചെന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2019 മുതൽ കടത്തിയ സാധനം, 2019 സാധനം ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടോ? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി ചോദ്യം ചെയ്യണം. ആ സാധനം അയാൾ എവിടെ കൊണ്ടുപോയാണ് മാറ്റിയത്, എവിടെയാണ്, ആരെയാണ് ഏൽപ്പിച്ചത്? അവിടെ മുതൽ 2019 നടന്ന അവിടെ മുതൽ SIT വീണ്ടും അയാളെ ചോദ്യം ചെയ്തിട്ട് അടിയന്തരമായിട്ട് സ്വർണമല്ല കണ്ടെടുക്കേണ്ടത്, ആ 3 സാധനങ്ങൾ, ദാരുശില്പങ്ങളിൽ പൊതിഞ്ഞ മോൾഡ്, അതുപോലെ തന്നെ കട്ടിളപ്പടിയിലെ മോൾഡ്, അതുപോലെ വാതിൽപ്പാളി, ഇത് 3 ഒറിജിനൽ അവർ മാറ്റിവെച്ച് ഇത് കണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായ ഒരു ജോലി SITക്ക് വന്നിരിക്കുന്നത്.